NCP-യിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. കഴിഞ്ഞ 15 വർഷമായി എലത്തൂർ മണ്ഡലത്തിൽ AK ശശീന്ദ്രൻ കാഴ്ചവെച്ചത് മോശം പ്രകടനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് NCP-യുടെ നേതാവ് PK ശശീന്ദ്രൻ രംഗത്ത് വന്നത്. ഇതോടെ NCP ജില്ലാ നേതൃത്വം രണ്ട് തട്ടിൽ ആയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് NCP-യിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നത്. 15 വർഷമായി എലത്തൂർ മണ്ഡലത്തിൽ AK ശശീന്ദ്രൻ കാഴ്ചവെച്ചത് മോശം പ്രകടനമാണെന്നാണ് NCP-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി PK ശശീന്ദ്രൻ തന്നെ പരസ്യമായി പറഞ്ഞത്. NCP-യുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി എലത്തൂർ മത്സരിക്കുന്നത് PK ശശീന്ദ്രനാണ്. 10-15 കൊല്ലമായിട്ട് ഒരു നിയോജക മണ്ഡലത്തിന് ഒരാൾ തന്നെ നയിക്കുമ്പം അവിടെ രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് മുതൽക്കൂട്ടായി വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്നുള്ള ആവശ്യങ്ങൾ പല ആളുകൾ പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിപ്പം പറയാൻ പറ്റില്ല. മുക്കം മുഹമ്മദ് LDF-ൻ്റെ ജില്ലാ കൺവീനറാണ്. അദ്ദേഹം NCP-യുടെ ജില്ലാ പ്രസിഡന്റുമാണ്. NCP SP-യുടെ അങ്ങനെയുള്ള ഒരാളോട് ഞങ്ങൾ പിന്തുണ കിട്ടുന്നത് ശരിയല്ല. NCP ജില്ലാ ഘടകത്തിൽ AK ശശീന്ദ്രൻ മത്സരിക്കുന്നതിനെതിരെ നേരത്തെ ഒരു വിഭാഗം രംഗത്ത് വരികയും സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് തള്ളിയാണ് AK ശശീന്ദ്രൻ മത്സരത്തിനിറങ്ങിയത്. എലത്തൂർ മണ്ഡലത്തിൽ ക്ലോക്ക് ചിഹ്നത്തിൽ NCP അജിത് പവാർ പക്ഷത്തിലെ സ്ഥാനാർത്ഥി മത്സരിക്കാതിരിക്കാനുള്ള AK ശശീന്ദ്രൻ വിഭാഗത്തിന്റെ ശ്രമത്തിനും തിരിച്ചടിയാണുണ്ടായത്. NCP അജിത് പവാർ പക്ഷത്തിലെ ജില്ലാ നേതാവ് PK ശശീന്ദ്രനാണ് ക്ലോക്ക് ചിഹ്നം ലഭിച്ചത്. നിയമ പോരാട്ടത്തിനൊടുവിലാണ് ക്ലോക്ക് ചിഹ്നം അജിത് പവാർ വിഭാഗത്തിന് ലഭിച്ചത്. AK ശശീന്ദ്രനെതിരെ NCP-യിലെ നേതാക്കൾ തന്നെ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത. ജനം, കോഴിക്കോട്.